അവധി ദിവസങ്ങളിൽ ഫാമിലിയായിട്ട് അലൈനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കണ്ടാലോ? നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ഇവള് വെറുതെ തള്ളുവാണോ, ശരിക്കും അടിപൊളി സ്ഥലമാണോന്ന്. ശരിക്കും അടിപൊളി സ്ഥലം തന്നെയാണ്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അലൈനിലുള്ളവർ കൂടുതലും ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ എന്നിങ്ങനെ കറങ്ങാൻ പോകും. പക്ഷേ അലൈനിൽ തന്നെയുണ്ട് നമുക്ക് കാണാൻ ഒത്തിരി സ്ഥലങ്ങൾ. അലൈൻ്റെ പ്രത്യേകത തന്നെ ഗ്രീൻ സിറ്റി ആണല്ലോ. യു എയുടെ ഗ്രീൻ സിറ്റിയാണ് അലൈൻ. അപ്പോൾ ആ ഒരു ഗ്രീനറിക്ക് കൂടെ വരുമ്പോൾ അലൈനിലെ സ്ഥലങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾ ഇന്ന് കറങ്ങാൻ പോകുന്നത് സരൂജ് പാർക്കിലേക്കാണ്. നേരത്തെ ഈ പാർക്കിൽ കൊറോണ സമയത്ത് സ്ക്രീനിങ് സെൻ്റർ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഫ്ലവർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇവിടെ വെച്ച് നടത്തുമായിരുന്നു. ഇപ്പോൾ റീസൺലിയാണ് ഇത് റിനോവേറ്റ് ചെയ്ത് ശരിക്കും ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കായത്. തണുപ്പ് സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് പൂക്കൾ. വളരെ ഭംഗിയുള്ള പല വെറൈറ്റിയിലുള്ള പല കളറിലുള്ള പൂക്കൾ. അത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുമുണ്ട്. പാർക്കിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് കണ്ടാലോ? എൻ്റെ ആദ്യത്തെ വിസിറ്റാണ് ഈ പാർക്കിൽ. വളരെ അടുത്ത് കിടന്നിട്ടും എനിക്ക് ഇപ്പോഴാണ് പോകാൻ സമയം കിട്ടിയത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? നോർമലായിട്ട് കിടന്ന ഒരു സ്ഥലം എന്ത് പെട്ടെന്നാണ് പ്രൊഡക്റ്റീവായിട്ട് മാറ്റിയത്. പ്രൊഡക്റ്റീവ് എന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ ഒരു ഫാമിലിയായിട്ട് വന്ന് ബാർബിക്യൂ ചെയ്യാനും എൻജോയ് ചെയ്യാനും ഇരുന്ന് വർത്തമാനം പറയാനും കുട്ടികൾക്കാണെങ്കിൽ ഓടി നടക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം ഒന്ന് ഓടിച്ചിട്ട് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ്. ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങളെ ഞാൻ വേറൊരു സ്ഥലം കൂടെ കാണിച്ചു തരാം. ആ കാണുന്ന സ്ഥലം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ മാത്രമുള്ള സ്പെഷ്യൽ പ്ലേസാണ്. അതിൽ കയറണമെന്നുണ്ടെങ്കിൽ ചാർജുണ്ട്. എത്ര രൂപയാണെന്ന് അറിയില്ല, കാരണം ഞങ്ങൾ തക്കുവിനെ അതിലൊന്നും കയറ്റിയില്ല. പിന്നെ തക്കു കിടന്ന് വഴക്ക് പിടിച്ചപ്പോൾ അടുത്തൊരു കഫറ്റീരിയ ഉണ്ടായിരുന്നു. അവിടുന്ന് പൊട്ടറ്റോയുടെ ചെറിയ ഒരു സ്നാക്സും മേടിച്ചു. അതിനകത്തുനിന്ന് ഞാനും അമ്മയും കുട്ടൻചേട്ടനും കൈയിട്ട് വാരി ബാക്കി തക്കു കഴിച്ചോളാൻ പറഞ്ഞു. ഇതെല്ലാം കൂടെ കണ്ട് അന്തം വിട്ട് വേഗം വിട്ടോടാ വണ്ടിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു. കാരണം നാളെ സ്കൂളിൽ പോണേ. കാര്യമൊക്കെ കാര്യമാണ്. ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് നടന്നും ഇരുന്നും ഒക്കെ കളിച്ചോളും. പക്ഷെ രാവിലെ വിളിക്കുമ്പോൾ എല്ലാവർക്കും എണീക്കാൻ മടിയാണല്ലോ. കൂടാതെ തണുപ്പും കൂടെ ആണെങ്കിൽ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. അപ്പോൾ ശരി, ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ. താങ്ക് യു സോ മച്ച്. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.